ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കഥ കേൾക്കാനിരിക്കുന്ന എല്ലാവർക്കും കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. രാമായണം കഥ കേൾക്കാം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കേൾക്കുക. അടുത്തു കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുമല്ലോ. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കുംഭകർണ പ്രബോധനം. തികച്ചും അവശനായാണ് രാക്ഷസ ചക്രവർത്തി അരമനയിലെത്തിയത്. ഗരുഡനിൽ നിന്ന് രക്ഷ കിട്ടിയ സർപ്പം പോലെ രഘുകുലപതിയാൽ പരാജിതനാക്കപ്പെട്ട രാക്ഷസ പ്രഭു ബ്രഹ്മദണ്ഡ് പോലെ പ്രകാശിക്കുന്ന രാമബാണങ്ങളെ കുറിച്ചോർത്ത് ഒന്നു നടുങ്ങി. മന്ത്രിമാരുടെയും രാക്ഷസ പ്രമുഖരുടെയും മുന്നിൽ രാവണൻ ആഗതനായി. എന്നിട്ട് മെല്ലെ പറഞ്ഞു, കേവലം ഒരു മനുഷ്യനോട് ഞാനിന്ന് പരാജിതനായി. ബ്രഹ്മാവിൻ്റെ വാക്കുകൾ സത്യമാവുകയാണ്. ഒരു മനുഷ്യനെ നീ ഭയപ്പെടുമെന്ന് ആ ദേവൻ അന്ന് പറഞ്ഞതാണ്. ദേവഗന്ധർവ നാഗരാക്ഷസന്മാരാൽ വധിക്കപ്പെടുകയില്ലെന്ന് എനിക്ക് വരം നൽകി. എന്നാൽ മനുഷ്യനെ ഞാൻ ഇതിൽ പെടുത്തിയില്ല. ഇക്ഷ്വാകു വംശത്തിലെ അനരണ്യ ഭൂപതി പറഞ്ഞ മനുഷ്യനാണ് ശ്രീരാമൻ. തൻ്റെ വംശത്തിലെ ഒരുവൻ രാക്ഷസകുലം മുടിക്കുവാൻ പിറക്കുമെന്ന് ആ രാജാവ് പറഞ്ഞിരുന്നു. അനരണ്യൻ്റെ വാക്കുകൾ സത്യമാകാൻ പോകുന്നു. വേദവതി എന്നെ ശപിച്ചു. ആ ശാപത്തിൻ്റെ ഫലമായി ജനിച്ചവളാണ് സീത. പാർവതി ദേവി, നന്ദികേശ്വരൻ, രംഭ, വരുണ, കുമാരി എന്നിവരെല്ലാം പറഞ്ഞത് സത്യമാവുകയാണ്. ഏവരുടെയും ഗർവമർത്തുവാൻ കെൽപ്പുള്ള ബ്രഹ്മശാപം പേറുന്ന കുംഭകർണനെ ഉണർത്തുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ. രാജസദസ്സു കൂടിയതിൻ്റെ 9-ാം ദിവസം തുടങ്ങിയതാണ് അവൻ്റെ ഉറക്കം. അവനെ ആ രാജകുമാരന്മാരെ നിഗ്രഹിക്കാനുള്ള ശേഷിയുള്ളൂ. അവൻ ഉറക്കമല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരികയില്ലായിരുന്നു. രാക്ഷസന്മാർ കുംഭകർണൻ്റെ ഗൃഹത്തിലേക്ക് ഓടി. രാവണ നിർദ്ദേശം അനുസരിച്ച് അനേക തരത്തിലുള്ള മാംസങ്ങൾ, രക്തം, മറ്റ് ഭക്ഷണവസ്തുക്കൾ എന്നിവയും അവർ കരുതിയിരുന്നു. കുംഭകർണൻ്റെ കിടപ്പറയ്ക്ക് 1 യോജന നീളമുണ്ട്. കൂർക്കം വലിയുടെ ശക്തിയാൽ ഗുഹയിലേക്ക് കടന്നവർ അതുപോലെ തന്നെ തെറിച്ചു പുറത്തേക്ക് പോന്നു. ബോധമില്ലാതെ ഉറങ്ങുന്ന ആ അസുരപ്രമാണിയെ ഉണർത്താൻ ഏവരും ചുറ്റും നിൽപ്പായി. ഭീകരമായ നാസാരന്ധ്രങ്ങളും പാതാളം പോലുള്ള വായും ഉള്ള ഭീമരൂപനായ കുംഭകർണന് സമീപം രാക്ഷസർ ഭോജ്യവസ്തുക്കൾ കൂട്ടാൻ തുടങ്ങി. പലമാതിരി മദ്യങ്ങൾ നിറച്ച കുടങ്ങളും അവിടെ എത്തി. കണ്ണു തുറന്നാൽ കാണത്തക്ക വിധം ഇവയെല്ലാം കുംഭകർണൻ്റെ മുന്നിൽ ഒരുക്കി വെച്ചു. അനേകം രാക്ഷസന്മാർ ഇടിവെട്ടും വിധം കാതുകളിൽ കയറി നിന്ന് അലറി വിളിച്ചു. ശംഖുകൾ കൊണ്ടുവന്ന് ഊതി. പിന്നീട് അലറുകയും കൈകൊട്ടുകയും ചെയ്തു. എല്ലാവരും കൂട്ടായി കുംഭകർണനെ കുലുക്കി വിളിച്ചു. ഈ ശബ്ദങ്ങൾ കേട്ട് ആകാശത്തു കൂടി പറക്കുന്ന പക്ഷികൾ കൂടി നിലം പതിച്ചു തുടങ്ങി. അതിനുശേഷം ഉലയ്ക്കകൾ, ഗദകൾ, മരങ്ങൾ, മുൾത്തടികൾ എന്നിവ കൊണ്ട് കുംഭകർണൻ്റെ ശരീരമാസകലം അടിക്കാൻ തുടങ്ങി. അവയ്ക്കൊപ്പം 10,000 രാക്ഷസർ ഒന്നിച്ച് അലറുകയും ചെയ്തു. സുഖമായി ഉറങ്ങുന്ന കുംഭകർണൻ മാത്രം ഇവയൊന്നും അറിഞ്ഞില്ല. രാക്ഷസന്മാർ തങ്ങളുടെ ശക്തിയെല്ലാം ഉപയോഗിച്ച് കുംഭകർണാവയവങ്ങളിൽ കഠിനമായി അടിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മശാപത്താൽ ഉറങ്ങിക്കിടന്നിരുന്ന കുംഭകർണനെ ഉണർത്താൻ ഇവയ്ക്കൊന്നുമായില്ല. ദേഹത്തെ രോമം പറിച്ചു, ചെവികളിൽ വെള്ളമൊഴിച്ചു,
ഒടുവിൽ 1000 മദഗജങ്ങളെ കൊണ്ടുവന്ന് ആ വലിയ ശരീരത്തിന് മുകളിലൂടെ അങ്ങുമിങ്ങും ഓടിച്ചു തുടങ്ങി. എന്തോ ഒന്ന് തന്നെ തൊടുന്നതായി തോന്നിയ കുംഭകർണൻ അപ്പോൾ മെല്ലെ കണ്ണു തുറന്നു. കൈ കുടഞ്ഞ് ഗുഹ പോലുള്ള വായ പിളർത്തി കോട്ടുവായിട്ടുകൊണ്ട് ആ രാക്ഷസകേശരി മൂരി നിവർത്തി. രാക്ഷസന്മാർ ഇത് കണ്ട് പേടിച്ച് ഒളിച്ചിരുന്നു. പിന്നീട് ഭയം മാറിയപ്പോൾ അടുത്തു വന്ന് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. വിശപ്പുകൊണ്ട് വിവശനായ കുംഭകർണൻ മുന്നിൽ കണ്ട പന്നി, പോത്ത് എന്നിവയെല്ലാം എടുത്തു വിഴുങ്ങി. കുടങ്ങളിൽ നിറച്ചു വച്ചിരുന്ന ചെഞ്ചോരയെല്ലാം ദാഹം ശമിപ്പിക്കാനായി എടുത്തു കുടിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം സംതൃപ്തിയോടെ ഏമ്പക്കം വിടുന്നത് കേട്ടതോടെ മറഞ്ഞിരുന്ന രാക്ഷസരെല്ലാം ചുറ്റും വന്നുകൂടി. തന്നെ ഇത്ര വേഗം ഉണർത്തുവാനുണ്ടായ കാരണം അറിയണമെന്നായി കുംഭകർണൻ. നിസ്സാര കാര്യത്തിനായി ജ്യേഷ്ഠൻ തന്നെ ഉണർത്തുകയില്ലെന്ന് ആ രാക്ഷസൻ അറിയാം. സാധാരണക്കാരനായ വെറുമൊരു മനുഷ്യനിൽ നിന്നും ലങ്കയ്ക്ക് ഭീഷണി ഉണ്ടായിരിക്കുന്നുവെന്ന് മന്ത്രിയായ യുവാക്ഷൻ പറഞ്ഞു. ലങ്കാരാജ്യം സമുദ്രം പോലെ വാനര സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും പൗലസ്ത്യപുത്രനായ രാവണനെ സൂര്യതേജസ്സുള്ള രാമൻ പരാജിതനാക്കിയെന്നും ആ രാക്ഷസ പ്രമുഖർ കുംഭകർണനെ അറിയിച്ചു. ഇതു കേട്ട രാവണാനുജൻ താനിപ്പോൾ തന്നെ പോയി കപികുലത്തെ മുഴുവൻ കാലപുരിക്ക് അയക്കുമെന്ന് അലറി വിളിച്ചു. എന്നാൽ ജ്യേഷ്ഠനെ കണ്ടിട്ട് യുദ്ധത്തിന് പോയാൽ മതി എന്ന ഉപദേശം സ്വീകരിച്ച് രാവണ ഭവനത്തിലേക്ക് യാത്രയായി. പോകും മുമ്പ് 2000 കുടം മദ്യം ഒറ്റിറുക്കിന് അകത്താക്കി. ജ്യേഷ്ഠ സന്നിധിയിലേക്ക് നടക്കുമ്പോൾ കാൽവെപ്പിനനുസരിച്ച് ഭൂമി കുലുങ്ങിക്കൊണ്ടിരുന്നു. കുംഭകർണൻ്റെ ഈ പോക്ക് മതിലിന് മുകളിൽ കയറി നിന്നിരുന്ന വാനരന്മാരുടെ കണ്ണിൽപ്പെട്ടു. വലിയൊരു പർവ്വതം പോലെ നടന്നു പോകുന്ന ആ ഭീകരരൂപിയെ കണ്ട് കവികൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു തുടങ്ങി. അവരിൽ പലരും രാമസന്നിധിയിൽ അണഞ്ഞു. കവികളുടെ ഭയപ്പാടും രാക്ഷസന്റെ പോക്കും കണ്ട ശ്രീരാമൻ ആ രാക്ഷസ പ്രമുഖൻ ആരെന്ന് തൊട്ടടുത്തു നിന്ന വിഭീഷണനോട് ആരാഞ്ഞു. വിഭീഷണൻ അതിനുചിതമായ മറുപടി പറഞ്ഞു. മഹാപ്രഭോ, യമധർമ്മ രാജാവിനെയും ഇന്ദ്രനെയും പോരിൽ തോൽപ്പിച്ച കുംഭകർണനാണ് ആ പോകുന്നത്. രാക്ഷസന്മാരിൽ ഏറ്റവും വലിയ ശരീരമുള്ളത് ഇവനാണ്. ദേവഗന്ധർവ കിന്നരന്മാരെ 1000 യുദ്ധത്തിൽ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തിയവനാണ് കുംഭകർണൻ. ജനനം മുതൽ തന്നെ അതീവ പരാക്രമിയായിരുന്നു ഇവൻ. അത്യുഗ്രമായ വിശപ്പ് സഹിക്കവയ്യാതെ ഭൂമിയിൽ ഓടി നടന്ന് കണ്ണിൽ കണ്ട ജീവജാലങ്ങളെ എല്ലാം വാരി വിഴുങ്ങുക ഇവന് പതിവായിരുന്നു. സഹികെട്ട ദേവേന്ദ്രൻ ഇവൻ്റെ നേരെ വജ്രായുധം എറിഞ്ഞു. വജ്രായുധം ഏറ്റപ്പോൾ ഒന്ന് വിറച്ചതല്ലാതെ കുംഭകർണനൊന്നും സംഭവിച്ചില്ല. കോപിഷ്ഠനായ കുംഭകർണൻ ഐരാവതത്തിൻ്റെ ഒരു കൊമ്പൊടിച്ചെടുത്ത് ദേവേന്ദ്രൻ്റെ മാറത്ത് അതിശക്തമായൊന്നടിച്ചു. ഇത് കണ്ട ദേവന്മാർ ബ്രഹ്മാവിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു. കുംഭകർണനെ വെറുതെ വിട്ടാൽ ഭൂമിയിൽ ജീവജാലങ്ങൾ ഇല്ലാതാവും എന്നവർ പറഞ്ഞു. ബ്രഹ്മാവ് സകല രാക്ഷസന്മാരെയും മുന്നിൽ വിളിച്ചു നിർത്തി. എന്നിട്ട് കുംഭകർണനോട് പറഞ്ഞു, ഭൂമിയിലെ ജീവസംരക്ഷണത്തിന് വേണ്ടി ഞാൻ നിന്നെ ശപിക്കുന്നു. ഇന്നു മുതൽ നീ നീണ്ട നിദ്രയിൽ ആണ്ടുപോകും. ബ്രഹ്മാവിൻ്റെ ശാപം കേട്ട് ദുഃഖിതനായ രാവണൻ പിതാമഹനോട് അത്യധികം വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു. പ്രഭോ, നട്ടുപിടിപ്പിച്ച പൊന്മരം കായ്ക്കാൻ തുടങ്ങുമ്പോൾ മുറിച്ചു കളയും പോലാണ് അങ്ങയുടെ ശാപം ഇപ്പോൾ കുംഭകർണനിൽ പതിച്ചിരിക്കുന്നത്. സ്വന്തം പൗത്രന് പ്രജാപതിയായ അവിടുന്ന് മാപ്പ് നൽകണം. തിരുവുള്ളമുണ്ടായി ഇവൻ ഉണരാനുള്ള അനുവാദവും നൽകണം. പ്രജാപതി രാവണനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ശാപമോക്ഷം നൽകി. ഇവൻ 6 മാസം ഉറങ്ങും, തുടർന്ന് ഒരു ദിവസം ഉണർന്നെണീക്കും. ആ ദിനം ഭൂലോകം മുഴുവൻ ചുറ്റി നടന്ന് പരാക്രമങ്ങൾ കാണിക്കും. അതോടെ കുംഭകർണൻ ഉറക്കവും തുടങ്ങി. ഉറക്കത്തിലായിരുന്ന കുംഭകർണൻ്റെ നിന്തിരുവടിയിലുള്ള പേടി മൂലം രാവണൻ ഉണർത്തിയിരിക്കുകയാണ്.
അതിൻ്റെ ഒച്ചപ്പാടാണ് മുമ്പ് കേട്ടത്. ഇപ്പോൾ രാവണൻ്റെ അരമനയിലേക്കുള്ള യാത്രയാണ്. സൂക്ഷിക്കണം പ്രഭോ, ഇവൻ കപികളെ മുഴുവൻ തിന്ന് നശിപ്പിക്കും. അവർക്ക് ഈ സമയത്ത് കരുത്ത് നൽകേണ്ടിയിരിക്കുന്നു. വിഭീഷണ വാക്യങ്ങൾ കേട്ടയുടനെ ശ്രീരാമചന്ദ്രൻ സേനാപതി നീലന് സേനയൊരുക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അടുത്തത് കുംഭകർണ നീതിവാക്യം. രാജസദസ്സിൽ കനകസിംഹാസനത്തിലിരിക്കുന്ന രാവണൻ്റെ അടുത്തേക്ക് കുംഭകർണൻ ചെന്നു. സാധാരണ ചേരുന്നിടത്തല്ല രാജസദസ്സ് ചേർന്നിരിക്കുന്നത്. പുഷ്പക വിമാനത്തിലെ ഉയർന്ന സിംഹാസനത്തിലാണ് ദുഃഖിതനായ രാവണൻ ഇരിക്കുന്നത്. അനുജനെ കണ്ടപാടെ സന്തോഷവാനായ രാവണൻ നേരിട്ട് ചെന്ന് എതിരേറ്റ് ആനയിച്ചു. തന്നെ പെട്ടെന്ന് ഉണർത്തുവാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കുംഭകർണൻ ചോദിച്ചു. ശ്രീരാമൻ കപികുലത്തോടൊപ്പം രാക്ഷസ നിഗ്രഹത്തിനെത്തിയ വൃത്താന്തം രാവണൻ പറഞ്ഞു. തങ്ങളുടെ പ്രമുഖരായ രാക്ഷസന്മാരെ എല്ലാം രാമൻ വധിച്ചു കഴിഞ്ഞു എന്നും അറിയിച്ചു. അവരെ കൊല്ലുന്നതിനായാണ് കുംഭകർണനെ ഉണർത്തിയത്. ഇന്ന് ലങ്കയിൽ വൃദ്ധന്മാരും കുട്ടികളും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. ശരത്കാല മേഘങ്ങളെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശി ഇല്ലാതാക്കുന്നത് പോലെ വാനരപ്പടയെ ഉന്മൂലനം ചെയ്യണമെന്ന് രാവണൻ കുംഭകർണനോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് കുംഭകർണൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പണ്ട് മന്ത്രിമാരുമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വരാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. നന്മയിൽ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവൻ നരകത്തിൽ പോകും. ആദ്യം മുതലേ ഇക്കാര്യങ്ങൾ അവിടുന്ന് ശ്രദ്ധിച്ചില്ല. സുഹൃത്തുക്കളെയും മന്ത്രിമാരെയും വ്യക്തമായി അറിഞ്ഞ് പ്രവർത്തിക്കുന്ന രാജാവിനെ യശസ് ലഭിക്കൂ. ശുദ്ധമല്ലാത്തവ ഹോമിച്ചാൽ ഫലം നേരെ വിപരീതമാകും. ധർമ്മം, അർത്ഥം, കാമം ഇവയിലേതാണ് ശ്രേഷ്ഠമെന്നറിയാതെ പ്രവർത്തിച്ചാൽ നാശമാവും ഫലം. ബുദ്ധിമാന്മാരായ സജീവന്മാരുമായി ആലോചിച്ചിട്ട് വേണം രാജാവ് കാര്യങ്ങൾ ചെയ്യാൻ. ധർമ്മശാസ്ത്രങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്തവർ രാജപ്രീതിക്കായി പലതും പറയും. അത്തരക്കാരെ വിശ്വസിക്കരുത്. നല്ലവരായ ആചാര്യന്മാരുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിച്ചാൽ അനിഷ്ടം സംഭവിക്കില്ല. അന്ന് നമ്മുടെ അനുജൻ നല്ല വാക്ക് പറഞ്ഞിരുന്നു. ആ അഭിപ്രായം സ്വീകരിക്കുകയായിരുന്നു നല്ലത്. ഇപ്പോഴും അങ്ങനെ ചെയ്യാം. കുംഭകർണൻ്റെ ഇത്തരത്തിലുള്ള സംഭാഷണം രാവണന് പിടിച്ചില്ല. ആ ചക്രവർത്തി അതിനോടും മറ്റൊരു തരത്തിലാണ് പ്രതികരിച്ചത്. എന്തായാലും ചെയ്തത് ചെയ്തു, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഉചിതമായിട്ടുള്ളത് എന്തോ അത് ചെയ്യുക. എനിക്ക് പറ്റിയ അബദ്ധത്തിന് പ്രതിവിധി നിന്റെ കരുത്തുകൊണ്ട് നികത്തണം. വിഷമിക്കുന്നവനെ സഹായിക്കുകയാണ് ബന്ധുവിൻ്റെ ധർമ്മം. ജ്യേഷ്ഠ, അവിടുന്ന് ദുഃഖിച്ചതു മതി. ഈ സന്ദർഭത്തിൽ ഉറ്റ ബന്ധു പറയേണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യുദ്ധത്തിൽ അങ്ങയുടെ ശത്രുക്കളെ ഞാൻ ഇല്ലാതാക്കാം. രാമനെ ലക്ഷ്മണനോട് കൂടി ഞാൻ കാലപുരിക്കയക്കും. എന്നെ ഭയന്ന് നാലുപാടും ഓടുന്ന കപി സൈന്യത്തെ അങ്ങയ്ക്ക് കാണാം. രാമശിരസ് ഞാൻ അങ്ങയ്ക്ക് കാഴ്ചയായി കൊണ്ടുവരും. ഉടൻ തന്നെ എന്നെ യുദ്ധത്തിനയക്കൂ. ഞാൻ ഒറ്റയ്ക്കാവും പോവുക. എനിക്ക് യാതൊരു ആയുധങ്ങളും ആവശ്യമില്ല. കുംഭകർണൻ്റെ മറുപടി കേട്ട മഹോദരൻ പറഞ്ഞു, സാധാരണ ചെറുപ്പക്കാർ മുഴക്കാറുള്ള വീരവാദമാണ് അങ്ങിപ്പോൾ നടത്തിയത്. ഇത് നിസ്സാരമായി കാണരുത്. പരാക്രമശാലികളായ രാക്ഷസന്മാരെയാണ് രാമൻ അമ്പുകൾക്ക് ഇരയാക്കിയത്. അങ്ങയ്ക്ക് രാമനെ ഒറ്റയ്ക്ക് നേരിടുവാനാവില്ല. തുടർന്ന് മഹോദരൻ രാവണനോട് പറഞ്ഞു, പ്രഭോ, സീതയെ പാട്ടിലാക്കാൻ ഞാനൊരു ഉപായം കണ്ടിട്ടുണ്ട്. ഞങ്ങൾ 5 രാക്ഷസ പ്രമുഖർ രാമനിഗ്രഹത്തിനായി പോകുന്നുവെന്ന് ലങ്കയിൽ മുഴുവൻ വേരികൊട്ടി അറിയിക്കണം. ഞങ്ങൾ യുദ്ധത്തിൽ തോൽക്കുകയാണെങ്കിൽ രക്തമൊലിപ്പിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് ഇവിടെ എത്താം. എന്നിട്ട് രാമലക്ഷ്മണന്മാരെ ഞങ്ങൾ വിഴുങ്ങി എന്ന് പറഞ്ഞ് ചക്രവർത്തിയുടെ കാൽക്കൽ വീഴാം. വിവരം അങ്ങ് ലങ്കാനിവാസികളെ അറിയിച്ചാൽ മതി. രാമൻ മരിച്ചെന്നറിഞ്ഞ്
ഹതാശയാവുന്ന സീതയെ പാട്ടിലാക്കാൻ അങ്ങേക്ക് പെട്ടെന്ന് കഴിയും. എന്തായാലും ചപലയായ സ്ത്രീയാണല്ലോ. ഇപ്പോൾ ദുഃഖിക്കുന്നുവെങ്കിലും സുഖജീവിതത്തിൽ കഴിഞ്ഞവളും സുഖം കാക്ഷിക്കുന്നവളും ആണല്ലോ സീത. ബുദ്ധിഹീനന്മാരായ നിന്നെ പോലുള്ള അനുചരന്മാരുടെ ഉപദേശം മൂലമാണ് ജ്യേഷ്ഠൻ ഈ ഗതി വന്നത്. സഹോദര, യുദ്ധം ചെയ്യിക്കാനായി ഞാനിതാ പടക്കളത്തിലേക്ക് പോകുന്നു. സഹോദരന് കുംഭകർണൻ ഇത്തരത്തിലുള്ള മറുപടിയാണ് നൽകിയത്. രാക്ഷസ ചക്രവർത്തി അനുജന് വിജയം ആശംസിച്ച് അനുഗ്രഹിച്ചയച്ചു. തനിക്കൊരു പുനർജന്മം ലഭിച്ച സന്തോഷമാണ് രാവണൻ അപ്പോഴുണ്ടായത്. അഗ്നി വമിക്കുന്നതും ചുടുചോര പറ്റിപ്പിടിച്ചതുമായ ശൂലം കയ്യിലേന്തിക്കൊണ്ട് കുംഭകർണൻ വാനരപ്പടയ്ക്ക് നേരെ നടന്നു. ഏതൊരു ആയുധത്തിനും തകർക്കാൻ കഴിയാത്ത പോർച്ചട്ടയാണ് കുംഭകർണൻ ധരിച്ചിരുന്നത്. സംഹാരത്തിനിറങ്ങിയ വാമനമൂർത്തിയെപ്പോലെ ആകാശമൊട്ടെ നിന്നു ആ രാക്ഷസൻ. കാമരൂപികളായ അനേകം രാക്ഷസന്മാർ കുംഭകർണന് അകമ്പടിയായി കൂടെയുണ്ട്. ശൂലം, വാൾ, മുൾഗദ, വെൺമഴു, ഉലക്ക, കരിമ്പന എന്നിവയാണ് അവരുടെ ആയുധങ്ങൾ. കാട്ടിൽ വെറുതെ കഴിഞ്ഞിരുന്ന വാനരർ തനിക്ക് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് കുംഭകർണൻ ചിന്തിച്ചു. യാത്രാമധ്യേ കുംഭകർണന് കാണാൻ കഴിഞ്ഞത് ദുർനിമിത്തങ്ങളാണ്. മേഘങ്ങൾക്ക് കഴുതവർണ്ണമായിരുന്നു. ഒരു കഴുകൻ ശൂലത്തിൽ വന്നിരുന്നു. ഇടത്തെ കണ്ണും കൈയും കാര്യമില്ലാതെ തുടിച്ചു. ഭയാനക രൂപമാർന്നൊരു രാക്ഷസൻ തങ്ങളുടെ നേർക്ക് വരുന്നത് കണ്ട കപികൾ 4 വഴിക്കും പ്രാണരക്ഷാർത്ഥം ഓടി. ഇത് കണ്ട കുംഭകർണൻ ദിഗന്ധങ്ങൾ ഭേദിക്കും വിധം അലറി. അതുകേട്ട് അനേകം വാനരന്മാർ വെട്ടിയിട്ട വാഴത്തട പോലെ ബോധരഹിതരായി നിലം പതിച്ചു. അടുത്ത ഭാഗം കുംഭകർണവധം. ഇടിനാദം പോലെ ഗർജിക്കുന്ന കുംഭകർണനെ വധിക്കാൻ ഇന്ദ്രനോ വരുണനോ കൂടി കഴിയുന്നതല്ല. അവൻ്റെ വരവു തന്നെ വാനരപ്പടയെ പേടിപ്പിച്ചു. രാക്ഷസന്റെ ആകാരം കണ്ട് പേടിക്കേണ്ടതില്ലെന്ന് അംഗദൻ കവികളോട് പറഞ്ഞു. അവനെ തങ്ങൾക്ക് വീര്യം കൊണ്ട് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്ന് അംഗദനറിയാം. യുവരാജാവിൻ്റെ ആശ്വാസവാക്കുകൾ കേട്ട് മടങ്ങിയെത്തിയ കവികൾ മരങ്ങളും പാറകളുമായി ആ രാക്ഷസവീരനെ തലങ്ങും വിലങ്ങും പ്രഹരിക്കാൻ തുടങ്ങി. പ്രഹരമേറ്റിട്ടും കുംഭകർണന് തെല്ലും കുലുക്കമുണ്ടായില്ല. കല്ലുകളും ഗിരിശൃംഗങ്ങളും അവൻ്റെ അവയവങ്ങളിൽ തട്ടി 100 ചിതറിപ്പോയി. ചുറ്റും കണ്ട കവികളെ കുംഭകർണൻ കണ്ണടച്ച് മർദ്ദിക്കാൻ തുടങ്ങി. രക്തം ഛർദ്ദിച്ച് വാനരന്മാർ ഭൂമിയിൽ പതിച്ചു. ഭയം കൊണ്ട് വിറങ്ങലിച്ച വൃക്ഷങ്ങളിൽ കയറി ജീവൻ രക്ഷിച്ചു. വാനരന്മാരിൽ ചിലർ നിലം പൊത്തിക്കിടന്നു. മറ്റു ചിലരാകട്ടെ മരിച്ചതുപോലെയും കിടന്നു. ഇതു കണ്ട അംഗദൻ വിളിച്ചു പറഞ്ഞു, എല്ലാവരും പിന്തിരിഞ്ഞു വരണം. കപികുലത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കുകയാണ് വേണ്ടത്. ആയുധം ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞോടുന്ന നിങ്ങളെ കണ്ടാൽ പെണ്ണുങ്ങൾ പോലും കളിയാക്കും. യുദ്ധത്തിൽ മരിച്ചാൽ തന്നെ നിങ്ങൾക്ക് സ്വർലോകം പോകാൻ കഴിയും. ഇല്ലെങ്കിൽ ശത്രുനാശം നടത്തിയതിന് അനശ്വരമായ യശസ്സു നേടാം. എന്തായാലും ശ്രീരാമചന്ദ്ര സ്വാമിയുടെ മുമ്പിൽ നിന്നും ഈ രാക്ഷസന്മാർ ജീവനോടെ മടങ്ങുകയില്ല. പക്ഷേ ഓടിപ്പോകുന്ന കവികൾക്കുണ്ടോ അത് തലയിൽ കയറുന്നു. തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ജീവൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓട്ടം തുടർന്നു. എന്നാൽ അംഗദനിൽ വിശ്വാസവും ഭക്തിയുമുള്ള കവികൾ മടങ്ങിയെത്തി. ഋഷഭൻ, ശരദൻ, മൈന്ദൻ, ധൂമ്രൻ, കുമുദൻ, നീലൻ, ഹനുമാൻ തുടങ്ങിയവർ കുംഭകർണനോട് ഏറ്റുമുട്ടാൻ മുന്നോട്ടാഞ്ഞു. മടങ്ങിയെത്തിയ വാനരന്മാർ കൂറ്റൻ മരങ്ങൾ പിഴുതെടുത്ത് രാക്ഷസനെ നേരിട്ടു. ഗദ വീശി അവൻ കവികളെ ചതയ്ക്കുവാൻ തുടങ്ങി. ഗരുഡൻ സർപ്പങ്ങളെ വിഴുങ്ങും പോലെ 100 കണക്കിന് കവികളെ വാരി വിഴുങ്ങാനും തുടങ്ങി. ദ്വിവിധൻ വലിയൊരു പർവ്വതമെടുത്ത് രാക്ഷസനെ എതിരിട്ടു. ആ വാനരമുഖ്യൻ പർവ്വതശിഖരം കുംഭകർണന് നേരെ എറിഞ്ഞു.
അത് വീണ് അനേകം രാക്ഷസന്മാർ യമലോകത്തെത്തി. ഹനുമാനാകട്ടെ ആകാശത്ത് നിന്നുകൊണ്ട് അനേകം പാറക്കല്ലുകൾ രാക്ഷസന്റെ നേരെ തൊടുത്തുവിട്ടു. ആ പാറകൾ മുഴുവൻ ശൂലം കൊണ്ട് ആ അസുരപ്രമാണി തകർത്തു കളഞ്ഞു. ദേഷ്യം സഹിക്കാഞ്ഞ് മാരുതി പാഞ്ഞു ചെന്ന് രാക്ഷസന്റെ മാറത്ത് ആഞ്ഞിടിച്ചു. കുംഭകർണന്റെ വായിൽ നിന്നും മൂക്കിൽ നിന്നും രക്തം ധാരധാരയായി പ്രവഹിച്ചു തുടങ്ങി. കോപമൊഴുത്ത കുംഭകർണൻ ശൂലം മാരുതിക്ക് നേരെ ചാട്ടുളി പോലെ പായിച്ചു. അത് മാറിടം ഭേദിച്ച് ഉള്ളിൽ തറച്ചു. വായുപുത്രൻ ബോധമറ്റ് പടക്കളത്തിൽ വീണു. ഹനുമാന്റെ രക്ഷയ്ക്കായി ഓടിയണഞ്ഞ നീലൻ, ശരദൻ, ഗവാക്ഷൻ, ഋക്ഷഭൻ എന്നിവരെ കൈകൊണ്ട് ഞെരിച്ചു. അവർ രക്തം ഛർദ്ദിച്ച് മണ്ണിൽ പിടഞ്ഞു വീണു. ഇത് കണ്ട് അനേകം കപികൾ രാക്ഷസന്റെ ശരീരത്തിൽ പൊതിഞ്ഞു. കുംഭകർണൻ അവരെ തൂത്തെടുത്ത് വിഴുങ്ങാനും തുടങ്ങി. എന്നാൽ ബുദ്ധിമാന്മാരായ വാനരന്മാർ ചെവിയിൽ കൂടിയും മൂക്കിൽ കൂടിയും വെളിയിലേക്ക് ചാടിപ്പോന്നു. കുംഭകർണന്റെ പരാക്രമം തടുക്കാനാകാതെ വന്നപ്പോൾ വാനരന്മാർ രാമചന്ദ്രന്റെ മുന്നിൽ അഭയം പ്രാപിച്ചു. ഈ സമയത്ത് അവിടെ എത്തിയ അംഗദൻ രാക്ഷസ ശ്രേഷ്ഠന്റെ ശിരസിൽ കയറിയിരുന്ന് പ്രഹരിച്ചു. അല്പനേരത്തേക്ക് കുംഭകർണന്റെ പ്രജ്ഞയറ്റുപോയി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വർദ്ധിച്ച കോപത്തോടെ അംഗദന്റെ നെഞ്ചിൽ പുറം കൈക്ക് ഒരടി കൊടുത്തു. യുവരാജൻ ബോധരഹിതനായി വീണുപോയി. വലിയൊരു ശൃംഗവുമായി സുഗ്രീവൻ കുംഭകർണനെ എതിരിട്ടു. ശൂലം കൊണ്ട് ആ ശൃംഗം രാക്ഷസൻ തവിടുപൊടിയാക്കി. പിന്നീട് നിശിതമായ ശൂലം സുഗ്രീവന്റെ നേരെ എയ്തു. ഹനുമാൻ അവർക്കിടയിൽ ചാടി വീണ് ശൂലം പിടിച്ച് ഒടിച്ചു കളഞ്ഞു. ആയുധം നഷ്ടപ്പെട്ട കുംഭകർണൻ ഒരു പർവ്വതം പിഴുതെടുത്ത് സുഗ്രീവന് നേരെ എറിഞ്ഞു. സുഗ്രീവൻ ബോധരഹിതനായി നിലം പതിച്ചു. യുദ്ധത്തിൽ അത്ഭുത വീര്യം കാട്ടിയ കുംഭകർണൻ ബോധമറ്റ് കിടന്നിരുന്ന സുഗ്രീവനെ പ്രദർശിപ്പിക്കാനായി തലയിലെടുത്ത് ലങ്കയിലേക്ക് നടന്നു. ഹനുമാൻ തുടങ്ങിയ വാനരന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വാനരരാജന് സ്വന്തം കഴിവുകൊണ്ട് വീരോചിതമായി രക്ഷപ്പെട്ടു വരുവാൻ കഴിയുമെന്ന് അവർക്കറിയാമായിരുന്നു. സൂര്യപുത്രൻ മെല്ലെ കണ്ണു തുറന്നപ്പോഴാണ് താൻ കുംഭകർണന്റെ കരങ്ങൾക്കുള്ളിലാണെന്ന് മനസ്സിലായത്. പിന്നെ സമയം പാഴാക്കാതെ പല്ലുകൾ കൊണ്ട് ആ രാക്ഷസവീരന്റെ മൂക്കും കാതുകളും കടിച്ചു മുറിച്ചു. കണ്ണടയ്ക്കും മുമ്പേ ആകാശത്തിലേക്ക് ഉയർന്ന് ശ്രീരാമസന്നിധിയിലെത്തി തൊഴുതു നിന്നു. കപികളോട് പൊരുതുവാൻ കുംഭകർണൻ പടക്കളത്തിലേക്ക് മടങ്ങി വന്നു. ഇത്തവണ ആയുധമായി കൊണ്ടുവന്നത് ഒരു മുൾത്തടിയാണ്. അവൻ കയ്യിൽ കെട്ടിയവരെ എല്ലാം വിഴുങ്ങാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന വാനരന്മാർ രാമചന്ദ്രന്റെ അടുത്ത് പാഞ്ഞെത്തി. 1000 വാനരന്മാരെ ഒന്നിച്ച് നശിപ്പിക്കുന്ന കുംഭകർണന് നേരെ ലക്ഷ്മണകുമാരൻ പാഞ്ഞെടുത്തു. കുമാരൻ 7 ബാണങ്ങൾ ആ രാക്ഷസന്റെ വക്ഷസ്സിൽ തറപ്പിച്ചു. തുടർന്നയച്ച അമ്പുകൾ സ്വർണമാർച്ചട്ട പിളർന്ന് വീരപരാക്രമിയായ തന്നോട് എതിരിടാൻ ലക്ഷ്മണന് കേൾപ്പില്ലെന്ന് പറഞ്ഞ് കുംഭകർണൻ ശ്രീരാമനോട് എതിരിടാൻ പാഞ്ഞു ചെന്നു. ശ്രീരാമചന്ദ്രൻ രാക്ഷസന് നേരെ രൗദ്രാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു. അമ്പുകൾ മെയ്യിൽ തറച്ചപ്പോൾ തീക്കനലുകൾ പാറി. രാമശരങ്ങൾ വീണ്ടും വീണ്ടും ആ വക്ഷസ്സിൽ മുറിവേൽപ്പിച്ചു. ഹേ രാമ, ഇതുകൊണ്ട് എനിക്ക് യാതൊരു വേദനയും തോന്നുന്നില്ല. നീ നിന്റെ വീര്യമെല്ലാം കാണിക്കൂ. അതിനുശേഷം വേണം നിന്നെ എനിക്ക് ഭക്ഷിക്കാൻ. വജ്രങ്ങൾ പോലുള്ള അമ്പുകൾ ഏറ്റിട്ടും കുംഭകർണന് യാതൊരു പതർച്ചയും ഉണ്ടായില്ല. പേമാരി പോലെ ശരങ്ങൾ ആ ശരീരത്തിൽ ആഞ്ഞു തറച്ചു. അപ്പോഴും മുൾഗത കൊണ്ട് കപികളെ തച്ച് കൊല്ലുകയായിരുന്നു കുംഭകർണൻ. മുൾഗതയും കൊണ്ട് ആക്രമിക്കുന്ന കുംഭകർണന്റെ നേർക്ക് വായവ്യസ്ത്രം രാമൻ പ്രയോഗിച്ചു. ഗദയോടുകൂടിയ വലം കൈ അറ്റ് നിലത്ത് വീണു. ആ കൈകളുടെ ചുവട്ടിൽപ്പെട്ട് അനേകം കപികൾ ചതഞ്ഞരഞ്ഞു. ഇടതുകൈയിൽ മരം പിഴുതെടുത്തുകൊണ്ട് കുംഭകർണൻ വീണ്ടും രാമന്റെ നേരെ വന്നു. ഇത്തവണ ഐന്ദ്രാസ്ത്രം അയച്ച് ആ കൈയും മുറിച്ചു വീഴ്ത്തി. പിന്നെ വാ പിളർത്തിക്കൊണ്ട് ആഞ്ഞു വന്ന രാക്ഷസവീരന്റെ നേരെ അർദ്ധചന്ദ്രാകാരങ്ങളായ 2 അസ്ത്രങ്ങൾ എയ്തുവിട്ടു. അതോടെ കുംഭകർണന്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു. ആ രാക്ഷസന്റെ
പിളർന്ന വായിലേക്ക് എണ്ണിയാൽ ഒതുങ്ങാത്ത അത്ര അസ്ത്രങ്ങൾ രാമൻ എയ്തു തറപ്പിച്ചു. പിന്നെ കോദണ്ഡത്തിൽ നിന്ന് പാഞ്ഞു ചെന്നത് ഐന്ദ്രേയ അസ്ത്രമാണ്. അതോടെ കുംഭകർണ ശിരസ് ഭൂമിയിൽ വീണുരുണ്ടു. ആ വൻ ശിരസ് ഭൂമിയിൽ പതിച്ചപ്പോൾ ഗോപുരങ്ങളും മണിമേടകളും തകർന്ന് താഴെ വീണു. ഇത് കണ്ട് രാക്ഷസപ്പട ഒന്നാടെ ലങ്കയിലേക്ക് പിന്തിരിഞ്ഞോടി. കപികൾ സന്തോഷത്താൽ ആർത്തു വിളിച്ചു. സൗമ്യമായ ഒരു പുഞ്ചിരി ശ്രീരാമൻ്റെ മുഖത്ത് കളിയാടി. ഇതോടുകൂടി കുംഭകർണവധം അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയും അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.